ഗായ്സ് വെൽക്കം ടു ഡീറ്റെയിൽസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും കണ്ടു കാണും. അത് പാർട്ട് 1 ആയിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ പാർട്ട് 2. നമ്മൾ മൈസൂർ, ഇതായത് നമ്മുടെ വീട്. ഇന്നലെ ഒരു 8 ആയതുകൊണ്ടാണ് വഴി കാണാൻ പറ്റുന്നത്. അങ്ങനെ മര്യാദക്ക് വീട് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലേശം പേടിയുണ്ട്. ഇവിടെ ഒരു പട്ടിയുണ്ട് ഗൈസ്, അത് കടിക്കുമെന്നൊരു പേടിയുണ്ട്. ഇതാ ഇരുട്ടാണ്ട് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് നമ്മുടെ കൂടെ വന്ന എൻ്റെ ചേട്ടന്മാരുടെ കസിൻ ചേട്ടന്മാരുടെ വണ്ടി. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ട്രാവലിംഗ് ആയിരിക്കും, കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിരിക്കും. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മൈസൂർ സൂ ആണ്. അപ്പോൾ അവിടെ കൊണ്ട് ജിറാഫിന് ഉണ്ടാവുമായിരിക്കും, കാണാം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. ഇതാണ് മൈസൂര്. നേരത്തെ നമ്മൾ രാത്രി അതൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഇതാണ് ഡേബി. മാറ്റമൊന്നുമില്ല, എന്നാലും ഇതൊരു സ്ലൈറ്റായിട്ട് തണുപ്പുണ്ട്. പക്ഷെ കൂടുതലും വെയിലാണ്. അത്യാവശ്യം വെയിലാണ്. ഞാൻ വിചാരിച്ച അത്രയും തണുപ്പ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സൂവിലോട്ട് പോയിട്ടുണ്ട്. സൂ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. അത് ഇത് ചൈന എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പൊ ഒരു വലിയ മനുഷ്യനാണ് അവിടെ സ്റ്റാച്ചു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങളുമായിട്ട്. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുത്തെ വെച്ച് നോക്കിയാൽ ഇവിടെ ഇത്തിരി, അവിടെ ഇവിടെ ഇത്തിരി മോഡേൺ ആണ്. ല്ല ഇതിന് ഹൈവേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വെയിലാട്ടോ, വെയിൽ സഹിക്കാൻ പറ്റില്ല. വണ്ടിയുള്ളിൽ തന്നെ കരിഞ്ഞേറുത് വരുമോ. ഒരു പള്ളിയൊക്കെ ഉണ്ട്. മുസ്ലിം അത് മ്യൂസിയമാണെന്ന് തോന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ നല്ല പൊരി വെയിലാണ്. കരിഞ്ഞു പോകുമ്പോഴത്തേക്ക്. അപ്പോ സ്ഥലം എത്തി. ഒരു ചെറിയ കാര്യം കാണിച്ചിരുന്നു. എന്താ നശിപ്പിച്ച്, കാറ് നശിപ്പിച്ച് കാക്ക. വെള്ളക്ക് വന്നു. സ്ഥലം എത്തി. ഒരു വെയിലാട്ടോ. വെയിൽ കൊണ്ട് കരിഞ്ഞ് ഇല്ലാണ്ടായി പോകും. അങ്ങനെ വെയിലാണ്. അതെ, വെയിലെന്നൊക്കെ പറഞ്ഞ 1 മണിക്കൂർ വിടുന്ന മതി ടാനായത്. നല്ല കൊടയിലാണ്ട് വച്ചിരുന്ന് പറയണം. ഇപ്പൊ ഇത്തിരി തണലുണ്ട്. കൊള്ളാം. എൻ്റെ അമ്മേ, ഇതിനുള്ളിൽ കയറണമെങ്കിൽ 1 വർഷം എടുക്കുമല്ലേ. ഒന്ന് കയറാനാണ് ഇതിനുള്ളൂ. ഒന്നും പോകാൻ പറ്റുമെന്നൊന്നല്ല.
അപ്പോൾ ഗായ്സ് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൽ കൂടെ പറഞ്ഞ് നിങ്ങൾ കേട്ടുന്നതല്ല. അപ്പോൾ ഞാനിത് പിന്നെ റെക്കോർഡ് ചെയ്തിടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാൻ മനസ്സിലാവില്ല. അപ്പോൾ നമ്മളതിനോട് കടക്കുകയാണ്. ഇത് ഭയങ്കര ഒച്ചയാണ് ഇവിടെ. ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇവിടെ ബോർഡൊക്കെ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം. കുറേ ഇവിടെ കാണാനുണ്ട്. കണ്ട് വെറുതെ എടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ ദൂരമുണ്ട്. ഞാൻ ആ മാപ്പൊക്കെ നോക്കിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഈ സ്ഥലത്തിന്. കണ്ടാൽ പറ്റില്ല. നല്ലൊരു ഗ്രീന് അറ്റ്മോസ്ഫിയർ ആണ് ഈ സൂവിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് പക്ഷികൾ ഈ സൂവിലുണ്ട്. എല്ലാത്തിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. അറിയാമെന്ന് പറഞ്ഞുതരാം. എനിക്കറിയാൻ പാടില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എനിക്ക് പറഞ്ഞു തന്നെ. അവസാനം സീനറി കിട്ടിയല്ലേ. ലവ് ബോർഡ്സ് ഒന്നുമില്ല. വീട്ടിലൊക്കെ കുറേ പേര് വായിച്ചേക്കുന്ന ലവ് ബോർഡ്സ്. കാര്യങ്ങളുടെ സെക്ഷനിൽ കാര്യമായിട്ടില്ല. ഇത് ലവ് ബേർഡ്സിൻ്റെ സെക്ഷൻ. ഇവിടെ കാണിക്കാൻ ഇതുകൊണ്ട് എന്തോരം ലവ് ബേർഡ്സ് ആണെന്ന് നോക്കി. നിറച്ച് ലവ് ബേർഡ്സ് ആണ്. താഴെ ഇരിക്കുന്ന ലവ് ബേർഡ്സിൻ്റെ എണ്ണം കണ്ടു മനസ്സിലാക്കാം. നിറച്ച്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ടും കാണിക്കാനുള്ള കാരണം. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. എണ്ണം മാത്രമേ ഉള്ളൂ. കളറൊരു പക്ഷിനൊക്കെ ഉണ്ടാവും. പേര് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം അറിയാവുന്നവർക്ക് കമന്റ് ബോക്സ് ഇടാം. നല്ല ഭംഗിയാണ് എന്നെ കാണാൻ. വെള്ള പോലെ നല്ല രസം, ഭംഗിയാണ് എന്നെ കാണാൻ. ഈ സാധനം ഇതൊരു വെള്ളം മയിലാണ്. നമ്മുടെ നാട്ടിൽ അതിന് അധികം കാണില്ല. നല്ല ഭംഗിയുള്ള വെള്ളം. നമ്മുടെ നാട്ടിലൊന്നും കാണില്ല. ഇത് സൂവിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. നമ്മുടെ നാട്ടിൽ നോർമൽ മയിലാണുള്ളത്. ഇതാണ് നമ്മൾ എല്ലാവരും കാണുന്ന നോർമൽ മയിൽ. ആളിപ്പോൾ പുറകോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. നല്ല നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരുന്ന മയിലാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിലുള്ള മയിൽ. മയിലായി പറന്നുവാ. അപ്പോൾ ഈ കാണുന്ന പക്ഷിയുടെ പേര് സോറസ് ക്രെയിൻ. മീനും ബ്രെഡും ക്രംസ്റ്റേൻസിനും ഗ്രെയിൻസും വെജ് ഗ്രെയിൻസും ഒക്കെയാണ് ഇയാളുടെ ഭക്ഷണം. അപ്പോൾ ഒരു താറാവാണ്. ഇതിൻ്റെ പേര് റൂഡി ഷെൽഡക്ക് അല്ലെങ്കിൽ ബ്രാഹ്മിനി ഡക്ക്. അപ്പോൾ ഇതാണ് ഈ ഡക്കിൻ്റെ പേര്. കണ്ടോ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഡക്കിനേക്കാളും ഭയങ്കര വ്യത്യാസമാണ് ഈ ഡക്ക്. നല്ല ഭംഗിയാണ്. പിന്നെ കാണാൻ ഒരുപാട് എല്ലാ നല്ല ഭംഗിയാണ്. ഞാൻ മെയിൻ കാണാൻ കാണുള്ളൂ. കുറേ ഉണ്ട് കാണാൻ. അത് ഈ വീഡിയോ നിൽക്കില്ല. ഇത് മൊത്തം കാണിച്ചാൽ മൊത്തം ഞാൻ എടുക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് കാര്യം മാത്രം ഇത് കാണിച്ചു തരാം.
അപ്പോൾ അടുത്ത പക്ഷിയുടെ പേരാണ് ഖാലിജ് പിസാൻറ്റ്. ആളൊക്കെ അതെ അവിടെ എലിയൊക്കെ ഉണ്ട്. എലിയിൽ അണ്ണാനാണ്. അപ്പോൾ അതാ അവിടെ ഒരു പരുന്തും ഉണ്ട്. ഒരു ഭംഗിയുള്ള വേറൊരു പക്ഷി കാണുന്നത് എൻ്റെ ചെറിയ വാല് വേറൊരു രീതിയിലാണുള്ളത്. നല്ല ഭംഗിയാണ്. ഒരു മയിലിനെ പോലെ ഉണ്ട് കാണാൻ. നമ്മുടെ മക്കാവ് പാരച്ചൂട്ട് ഉണ്ട്, നമ്മുടെ പഞ്ചവർണ്ണത്തത്ത. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. ഇവിടെ ഒരുപ്പെട്ട എല്ലാ പക്ഷികളെയും കാണാൻ നല്ല ഭംഗിയാണ്. വല്ലാത്തൊരു സീൻ തന്നെയാണ് ഇപ്പം കണ്ടത്. വേറൊരു ടൈപ്പുള്ളൊരു പാരറ്റ് അവിടെ ഉണ്ട്. ആരാന്ന് മനസ്സിലായാലും കുറെ പേർക്ക് മനസ്സിലാക്കാണ്. പ്രത്യേകിച്ച് ഡോറാപൂജി ഉണ്ടവർക്ക് സാധനം മനസ്സിലാക്കാം. അപ്പോൾ റെഡ് ബിൽഡ് ടൊക്കാനാണ്. അപ്പോൾ ഈ പക്ഷിയുടെ പേര് ലിവിങ്സ്റ്റോൺ ടൊറാക്കോ എന്നാണ്. നേരത്തെ കാണിച്ചെന്ന് തോന്നും, ചിലപ്പോൾ കാണിച്ചിട്ടില്ല. ലിവിങ്സ്റ്റോൺ ടൊറാക്കോ എന്നില്ല. ഇതാണ് ഈ പക്ഷിയുടെ പേര്. കുറേ എണ്ണം അവിടെ തൂങ്ങിക്കിടന്നുണ്ട്. കുറേ എണ്ണ അവിടെ ഇങ്ങനെ തൂങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ്. സാധനം കണ്ട അത് വൈറ്റ് ടൈഗറാണ്. വൈറ്റ് ടൈഗർ വൈറ്റ് ടൈഗറാണ് അത്. തല്ലുപിടിക്കലായിരിക്കും. വൈറ്റ് ടൈഗർ പെണ്ണല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവിടെ ടൈഗറിനെ കാണാനുള്ള ഒരു ചില്ല് ഇട്ട് വെച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് ഇവിടെ ടൈഗറിനെ അപ്പുറത്ത് കാണാൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ. ഇവിടെ പിന്നെ സിംഹവും കൂടെ ഉണ്ട്, ടൈഗർ മാത്രമേ ഉള്ളത്. ആ ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് കാണാൻ നല്ല തിരക്കാണ്. എനിക്ക് എടുക്കാൻ പറ്റുമോ അറിയാൻ പോലെ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം. അതിൻ്റെ ഫുട്ടേജ് ഞാൻ കുറച്ച് കാണിച്ചു തരാൻ നോക്കാം. അത്യാവശ്യം തിരക്കാണല്ലോ, നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. വേറെ കുറേ ആൾക്കാർ ഈ സൂവിൽ വന്നിട്ടുണ്ടല്ലോ. കടുവയെന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം. അപ്പുറത്തെ കൂട്ടിലും കടുവൻ, ഇവിടെയുള്ള കടുവ തന്നെയാണ്. അപ്പം അങ്ങോട്ട് തിരക്കുമാണ്. അപ്പം അവിടെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കും പറ. ഭയങ്കര ഇറക്കാണ്. അതൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. നമുക്കൊന്നും എടുക്കാൻ പോലും പറ്റില്ല. ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. ഭയങ്കര തിരക്കാണ്. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഭയങ്കര പാടാണ് ശരിക്കും. ഇവിടുത്തെ സീനറി അത് ഒരു വലിയൊരു ഫാക്ടറാണ്. ശരിക്കും നമ്മൾ ഇരുന്ന് കുറച്ച് നേരം അത്രയ്ക്ക് രസമാണ്. നല്ല രസമാണ് ഇവിടെ. ഇതൊക്കെ ശരിക്കും പറയും ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശരിക്കും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് വലിയൊരു ഡൗൺ ഇതാണ്. അല്ലാത്ത കാര്യം കുഴപ്പമില്ല. ഇവിടെ നേരത്തെ നമ്മൾ വെള്ളക്കടുവേനെ കണ്ട്, അതിപ്പോൾ കാണാനില്ല. നമ്മൾ വന്നപ്പോൾ മുങ്ങിക്കളെ.
നമ്മൾ നേരത്തെ ഒരു പുല്ലാണ്, ഇവിടെ 3 പുല്ലുണ്ട്. ഞാൻ ഇപ്പോഴും അറിയുന്നു. പീസ് ആൻഡ് എന്നാണ് ഇതിനെ പറയണത്. ഇതൊക്കെ തന്നെ അവിടെ ഇവിടെ ആണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ആ കാണുന്നതാണ് സിംഹം. ഇവിടെ സിംഹത്തിനെ കാണിക്കാതെ ഞാൻ പറഞ്ഞത് അതാണ് സിംഹം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിന് തൊട്ട് മുമ്പ് ഈ സിംഹം ഒരു ഗർജനം വിട്ടായിരുന്നു. അത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. നല്ല കൂളായിരുന്നു കാണാൻ. അതൊരു ഗർജിച്ച് സിംഹം. ഇതൊക്കെ പറഞ്ഞാൽ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഓടി വന്നത് ഇതിനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ക്യാമറയൊക്കെ പൊക്കി ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അതിൻ്റെ അത് നിർത്തി. നല്ല സൗണ്ടിൽ ഗർജിച്ചായിരുന്നു. അപ്പം അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് സിംഹം. ഇവിടെ ഒരു അതിൻ്റെ അപ്പുറത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കടുവയാണ് പെൺസിംഹം എന്ന് പറയുമ്പോൾ അല്ല, അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. പെൺസിംഹത്തിനെയും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനെ ഇവിടെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പെൺസിംഹം. ആ ഒരു സിംഹത്തിൻ്റെ തൊട്ടപ്പുറത്തെ കേജിലാണ് പെൺസിംഹത്തിനെ കണ്ടത്. കണ്ടോ? അല്ല, ആ ഒരു സൈഡ് ഓപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ സൈഡ് കാണാത്തത്. കണ്ടോ? ഇതാണ് നമ്മുടെ പെൺസിംഹം. ഇതാ നമ്മുടെ പെൺസിംഹത്തിനോടൊരു ക്ലോസർ ലുക്കാണത്. കണ്ടോ? അതാണ് കാണിച്ചത്. ഇവിടെ തിരക്കാണ്. ക്യാമറ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. ആളവിടെ വന്ന് നിൽക്കാനുള്ള ഓടി ഓടി പോണേണ്. ഒരു കുരങ്ങൻ. ഒരു അമ്മ മോനെ ഇവിടെ തലയിൽ പേന്നൊക്കെ അത് കുരങ്ങന്മാരെങ്ങനെ ഈ ട്രിപ്പ് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ചെയ്യും. ഉണ്ടോ? നല്ല ക്യൂട്ടാണ് ഇത് കാണാൻ. നല്ല തിരക്കാണ് ശരിക്കും പറഞ്ഞ സ്ഥലത്ത് ഇതൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഉള്ളത് സദേൺ വൈറ്റ് റൈനോസറോസ് ആണ്. കണ്ടോ? സദേൺ വൈറ്റ് റൈനോസറോസ്. റൈനോ. സൂവിൻ്റെ എൻറ്റയർ മാപ്പാണ്. ഇത് കണ്ടറിയാൻ കുറേ നേരം എടുക്കും. ഇതാ കാണുന്നതാണ് ഗൊറില്ല. കണ്ട? ഇനിയും കുറേ കാണുന്നുണ്ട്. 20% മാത്രമേ ഇപ്പം പോയിട്ടുള്ളൂ. കുറേ കാണുന്നുണ്ട്. ഇനി വേറെ ക്ഷീണമാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ സൂരും കാണുന്ന സ്റ്റാൻഡേർഡ് ആനിമലാണ് ഈ ജിറാഫും സീബ്രയും ഗൊറില്ലയും. അപ്പോൾ അത് ഇവർ തെറ്റിച്ചില്ല. ഇവിടെ സീബ്ര ഉണ്ട്. ശരിക്കും ഒരു വെള്ള പോലത്തെ കളറാണ് സീബ്രക്ക്. വൈറ്റാണ്, പക്ഷെ ആ വെയിൽ കാരണം അപ്പം അങ്ങനെ തോന്നിയിരിക്കും. ഇന്ത്യൻ ഗ്രേ വുൾഫ് അതാണ് കാണുന്നത്. ഇത് ചത്തറില്ല, അത് അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എടുക്കുക ആര് കണ്ടാലും ചത്ത പോലെ സാധനം കിടക്കുന്നത് കണ്ടാ. ആരായാലും അങ്ങനെ പറയൂ. ഒപ്പീനിയൻ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എല്ലാരും മഞ്ഞ. ഗൈസ് നമ്മൾ അവസാനം ചേട്ടക്കൂടി മിണ്ടിപ്പിച്ചിരിക്കുകയാണ്. വെള്ളച്ചാട്ടുണ്ട് അവിടെ. ഇപ്പൊ ഇവിടെ ഒരു മാനിനെ കാണുന്നുണ്ട്. ഉണ്ടോ?
അവിടെ ഉള്ളിൽ ഷെഡിൻ്റെ ഉള്ളിൽ കുറേ മാനുണ്ട്. ഇതാ അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ടോ, നല്ല ഭംഗിയുള്ള മാനാണ്. പിന്നെ അവിടെ കൊമ്പുള്ള മാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവിടെ വരെ നിറച്ച മാനുകളാണ്, കുറേ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഓർഡറാണ് നമ്മൾ. ധൈര്യം ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും കൊമ്പുള്ളതാണുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നിറച്ച് മാൻ തന്നെയാണ്. ഇതാണ് അടുത്തിരുന്ന് കാണുമ്പോൾ ഇങ്ങനെയൊന്നും കിട്ടൂല, കാരണം ഇത് മാനൊക്കെ ഓടി വെക്കുന്നതായതുകൊണ്ടേ അത് കിട്ടില്ല. ഇതാണ് അടുത്തിരുന്ന് കാണുമ്പോൾ. പുള്ളി അവിടെ നിൽക്കണം, അനക്കൊന്നുമില്ല. അവിടെ ഒരു ഫോട്ടോ എടുക്കണതിൻ്റെ സെലിബ്രിറ്റീസ് അവിടെ നിൽക്കുകയാണ്. കണ്ടോ, അതേ നിൽപ്പില്ല, അനക്കും ഇല്ല. ഇതാണ് ഒരു ക്ലോസർ ലുക്ക്. നാട്ടിൽ തിരക്കാണ്, മര്യാദക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതണ്ടോ, അങ്ങനെ നിൽക്കണം പ്രതിമേനെ പോലെ. കണ്ടോ, ഒരു അനക്കും ഇല്ലായിരുന്നു. ഇത് അവിടെ കിടക്കുന്നതാണ് സ്ട്രൈപ്പ്ഡ് ഹൈന. കണ്ടോ, ഇപ്പോൾ നേരത്തെ ബോർഡ് വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് സ്ട്രൈപ്പ്ഡ് ഹൈന. കണ്ടോ, നമ്മുടെ ഈ ലിയോയിലൊക്കെ കണ്ട പോലത്തെ ആണെന്ന് തോന്നുന്നു. കണ്ടോ, അവിടെ കിടക്കുന്നുണ്ട്. കുറേയൊക്കെ ആ ഒരു വീട് പോലത്തെ ആ ഒരു അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം ഈ കാണുന്ന ഒരു വേറെ ടൈപ്പ് ഡിയറാണ് വെച്ചാൽ മാൻ, സ്വാംപ് ഡിയർ അല്ലെങ്കിൽ ബരസിംഹക്ക, അതാണ് എൻ്റെ പേര്. അവസാനത്തെ പേര് കണ്ടില്ല, എന്നാലും സ്വാംപ് ഡിയർ എന്നാണ് ഞാൻ പറയുന്നുണ്ടോ. അതിൻ്റെ ആ ഹോണൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലേശം ചെറുതാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മാറ്റം കാണാൻ പറ്റും. ഇതൊരു വേറൊരു ടൈപ്പ് ഡിയറാണ് വെച്ചാൽ മാൻ, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അല്ല. ഇതായിപ്പോൾ പറഞ്ഞ ഡിയറിൻ്റെ ഒരു ക്ലോസർ ലുക്കാണിത്. ഉണ്ടോ, അതിൻ്റെ കൊമ്പുണ്ടോ, ഒരു കുത്തിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് നേരത്തെ കണ്ട മാൻ്റെ ക്ലോസർ ലുക്ക്. ബാഹുബലി കണ്ടവർക്ക് ഇതെന്ത് സാധനമെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഈ സൂവിൽ എന്ന ബേസിക് ആനിമൽ അല്ലേ സീബ്ര, ജിറാഫ്, അതേപോലെ എപ്പോഴും കാണുന്ന ഒരു ആനിമലാണ് ആന അല്ലെങ്കിൽ എലിഫന്റ്. ഇതെല്ലാം നമ്മളെപ്പോഴും എല്ലാ അമ്പലത്തിലൊക്കെ കാണുന്നതാണ്. ഇതിനൊക്കെ വലിയ പ്രത്യേകമൊന്നുമില്ല, അതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആനേൻ്റെ സെക്ഷനും കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ ഉണ്ട്. നടന്ന് എൻ്റെ അമ്മോ ഒരു പരുവോയ്. ഒക്കെ ആദ്യമൊക്കെ ഞാൻ ഇതായിരിക്കും, പിന്നെ ഇത് കുറേ ഇങ്ങനെ വന്നിരുന്നോണ്ടേ ഒരു പരുവ പോവും. അപ്പോൾ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഹാർഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരുപാട് എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ 2-3 തത്തയെങ്കിലും ലവ് ബേർഡ്സ് അതൊക്കെ ഞാൻ വിടുന്നുള്ളൂ. അതും ഞാൻ ആദ്യത്തെ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതാ നോക്ടേണൽ ആനിമൽസ് ഉള്ള സ്ഥലമാണ്. ഈ കാണുന്ന ആനിമൽ നമ്മുടെ സ്കങ്ക് എന്ന് വെച്ചാൽ മറ്റേ വൃത്തിയായിട്ട ഗ്യാസ് പറയുന്ന ജീവി നമ്മുടെ ഈ കാർട്ടൂൺ കണ്ട അതേപോലത്തെ ഇതാണ് അത്. പൂച്ചക്കുഞ്ഞു മാത്രമേ ഉള്ളൂ.
ഇവിടുത്തെ ആളെ കാണാനില്ല. ശരിക്കും പറഞ്ഞൊരു വീഡിയോ ഇത്തിരി ബ്രൈറ്റ് ആവും, പക്ഷേ ശരിക്കും ഡാർക്കാണ്, ഭയങ്കര ഡാർക്കാണ്. ഇവിടെ നമ്മൾ കിളികളായിരിക്കും, കിളികളല്ല, നോക്ടേണൽ ആനിമൽസ് ആണ് ഞാൻ കാണിച്ച പോലെ. ശരിക്കും പറഞ്ഞാലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു, ഞാൻ അറിയാണ്ട് എൻട്രൻസ് തെറ്റിച്ചു കളഞ്ഞ ശേഷം. അപ്പോൾ പറഞ്ഞാൽ ഇപ്പം കയറിനുള്ളിൽ ഭയങ്കര മണം വരുന്നു, എന്നാൽ സഹിക്കാൻ പറ്റാത്ത തമിഴിൽ നിന്ന് ഇത് നമ്മുടെ മൈ ഡിയർ കരടിയാണ്. സ്റ്റെപ്പിൽ കൂടെ കയറുന്നതാണ്. ഇപ്പോഴും മനസ്സിലായി ടിമോൺ ആൻഡ് പുംബയിലെ ടിമോണാണിത്. വെച്ചത് ക്യാറ്റിൻ്റെ പേര്, മെർക്കാറ്റ് എന്നാണ് ഈ സ്പീഷീസിൻ്റെ പേര്. എഴുന്നേറ്റ് നിൽക്കലാണെന്ന രസം. അപ്പോൾ ഇതാണ് പാമ്പിൻ്റെ സെക്ഷൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ ഞാൻ പേടിച്ചോടും. ഒക്കെ പപ്പയോട് പറഞ്ഞാൽ എടുപ്പിച്ചത് എനിക്ക് പേടിയായിട്ട്. ഞാൻ അടുത്തോട്ട് പോലും പോയില്ല. ഞാൻ സൈഡിലിരുന്ന് ചെറുതായിട്ടൊന്നും എടുത്തി നോക്കണമായിരുന്നു. എനിക്കൊന്നും ഇഷ്ടമല്ല. അയ്യോ, അതാണ് പാമ്പ്. അതിൻ്റെ ജഡങ്ങളെന്തെങ്കിലും കാണാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കിയാൽ. ക്ലോസർ ലുക്ക് അറ്റ് ദ സ്നേക്സ്. നീങ്ങുന്നേ അതല്ല, വായിട്ട് ഇങ്ങനെ അതൊക്കെ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് എന്താണ്ടോ രോമം എഴുന്നേറ്റ് വെക്കും. ഈ പാമ്പൊന്നും ഇഷ്ടമല്ല. എന്തോരം പേർക്ക് പാമ്പിന് ഇഷ്ടമല്ല എന്നുള്ളത് കമൻറ്റ് എന്ന് പറഞ്ഞേക്കുക. ഇതാണ് പാമ്പ്. അവിടെയും കുറേ ഉണ്ട്, പല ടൈപ്പിലുള്ളത്. അതൊക്കെ എങ്ങനെ കണ്ടു എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഉണ്ടോ ദ ക്ലോസർ ലുക്ക് അറ്റ് ദ സ്നേക്ക്. കല്ല് പോലെ പൊങ്ങിക്കുന്ന സാധനം ഹൈപ്പോപ്പൊട്ടാമസാണ്. അവിടെ പാറ പോലെ തന്നെ കിടക്കുകയാണ്. അതേപോലെ തന്നെ കിടക്കണം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്ലോസർ ലുക്ക് കിട്ടിയില്ല. എന്താ എല്ലാ സൂവിനും കണ്ടിരുന്ന ബേസിക് ആനിമൽസ് ലിസ്റ്റ് ഇതാ. ഇവിടെ ജിറാഫ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വാരാണെങ്കിലും അത് പ്രതിമ പോലെ ഒന്നുള്ളൂ. ഉണ്ടോ ഇപ്പം അനങ്ങുന്നുണ്ട്. നേരത്തെ അത് ഞാൻ വിചാരിച്ച പ്രതിമയായിരുന്നു. കാരണം എൻ്റെ അതൊന്നും അനങ്ങണ്ടായില്ല. ഇപ്പം വാലനക്കിയപ്പോഴാണ് അത് സാധനം ഒറിജിനലാണ് മനസ്സിലായത്. കണ്ടോ, ഇതടുത്തൊരു ജിറാഫിൻ്റെ പ്രതിമ അവിടെ ഉണ്ട്. അപ്പം ഇതൊരു പ്രതിമയാണ് തെറ്റിയിരിച്ചു പോയി. അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. ഒരു ചളിയും കൊണ്ടുവരുന്നു രുചിയോടൊപ്പം. നമ്മുടെ അമ്മച്ചിയുടെ സൈഡിൽ എല്ലാവർക്കും
കഴിക്കാൻ പോവാണ്. എക്സ്പീരിയൻസ് എന്താണെന്ന് താങ്കളോട് ഉന്നയിക്കുക. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സൂവിൻ്റെ വെച്ചാൽ നല്ലതായിരുന്നു. പിന്നെ കുറേ കാണാനുണ്ട്. ഒരുപാട് നടന്നു വിഷമിച്ചു പോയി. അത്ര പറയാനുണ്ട്. പോയിന്റാണത്. പൊന്നോ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഇവിടെ വണ്ടി വന്നിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊള്ളിപ്പോയി. റെസ്റ്റോറൻറ്റിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. ഇതിപ്പോൾ ഈ ഒരു ഇതിന് 3ാമത്തെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ചെയ്യേണ്ട കാണിക്കുന്നത് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന അവസാനം മീൽസ് നമ്മുടെ മീൽസാണ് ബുക്ക് ചെയ്തത്. വന്നിരിക്കുകയാണ്. എന്നിട്ട് 2 കണ്ടുള്ളൂ. ഇനിയും കുറേ വരാനുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നല്ല സാധനം കഴിച്ചു നോക്കാം. എന്താണ് ചിപ്സ് പോലത്തെ സാധനം തന്നെ കംപ്ലീറ്റ് വെജാണ്. ഈ നിൽക്കുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവറാണ്. പിന്നെ റൊട്ടി ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. നല്ല ഭക്ഷണമായിരുന്നു. കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇറച്ചിയാന്ന് പറയുമ്പോൾ രചിച്ചാണ്, പക്ഷെ കൊള്ളാം. അല്ല ഇറച്ചിയല്ല, കോളിഫ്ലവർ നല്ല ടേസ്റ്റിലായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി കുറച്ച് നേരം റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. ക്ഷീണമാണ്. അപ്പോൾ ഇത് വേണ്ടി വേണം. റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ പള്ളി കുറച്ച് ഇരിക്കാൻ പോവാണ്. മറ്റേ വൃന്ദാവൻ കടയിൽ പോയാൽ നിന്നേച്ചത്, പക്ഷേ ലേറ്റായി പോയി, ഉറങ്ങിപ്പോയി. അപ്പോൾ പള്ളിയിൽ പോയിരിക്കാം. ഇവിടെ ഒരു ഗേറ്റൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ്. അവിടെ എന്താണ്ട് കുർബാനോ ധ്യാനോ അങ്ങനെ എന്താണ്ട് നടക്കുകയാണ്. നമുക്കവിടെ കയറാൻ പറ്റില്ല. മിക്കവാറും നമ്മളിവിടുന്ന് പോകാൻ ചാൻസില്ല. കാരണം ഗേറ്റും പൂട്ടി, ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ മിക്കവാറും ഇവിടുന്ന് പോകും. പള്ളി നല്ല വലിയ പള്ളിയൊക്കെ തന്നെയാണ്. കയറാൻ പറ്റുന്നു. പള്ളി അടച്ചിട്ടൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ വ്ളോഗ് പോയി. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരുന്നു. നമ്മൾ പള്ളിയിൽ പോയതാണ്. അവിടെ അടച്ചു കൂട്ടി അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കയറാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാർട്ട് 2. അപ്പോൾ കുറേ മൃഗങ്ങളെ നിങ്ങൾ കണ്ടല്ലേ, അതുണ്ടായുള്ളൂ കാര്യമായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഭയങ്കര പാട് വിട്ടാൽ ഞാൻ അത് സൂര്യക്കാം. തളർന്ന് വെച്ചിട്ടുണ്ട്. അവിടെ അത്രയും ഉണ്ടായിരുന്നു കാണാൻ. ഞാൻ ആരും കംപ്ലൈൻറ്റ് അല്ല, അത്ര കുറേ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹാർഡ് വർക്കിനൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് പരമാവധി ഷെയർ ചെയ്തു. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ തരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സ്കിപ്പ് അടിച്ച് പോയിരുന്നു. ഇവിടം വരെ കണ്ടതിന് എൻ്റെ അമ്മ വലിയ താങ്ക്സ്. ആൾക്കാർക്ക് മടുത്തു ഞാൻ വരെ അയച്ചു പോയി. അപ്പോൾ അത്ര ഉള്ളൂ എനിക്കെന്ന് പറയാൻ. ഇന്ന് അത്യാവശ്യം ലോങ് ആയിരുന്നു. ഇസ്മി ആദർശ ഫ്രം ടാക്സ് സൈനിങ് ഔട്ട്. ഇതേതാ പക്ഷി? എങ്ങനെ ഇരിക്കണം?